ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞങ്ങളൊരു 6-6:45 കൂടി ഞങ്ങൾ കടലിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി വലിച്ചു കയറ്റി ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയവർക്ക് കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ കയറണമെന്ന് വെച്ചാലും അതിനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഇല്ല. 10 രൂപ വെച്ചിട്ടാണ് എല്ലാവർക്കും ഡ്രസ്സ് മാറാനുള്ള ചേഞ്ച്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ കയറി അവിടെ കുറച്ച് നേരം ചുറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചേച്ചി ഞങ്ങളുടെ ബാത്റൂമിലത്തെ കപ്പ് എടുത്തുകൊണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞത് ചായ കുടിക്കാൻ കയറിയേക്കാണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തരലപ്പോൾ ഒരാൾ കാണണം കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള അമ്മാസ് കട എന്ന് പറഞ്ഞ കടയിൽ കയറി ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഞങ്ങൾ ബജ്ജി അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മറ്റേ കോളിഫ്ലവർ മേടിച്ചത് ഭയങ്കര ക്രിസ്പി, ഭയങ്കര കട്ടി കൂടുതലായിരുന്നു. അവിടെ ഇഷ്ടപ്പെട്ടത് നല്ല ചൂടുള്ള കായ ബജ്ജിയായിരുന്നു കേട്ടോ. കൂടാതെ ഞങ്ങൾ നന്നാരി സർബത്ത് സോഡ സർബത്ത് മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇതാണ് കട, നിങ്ങളെല്ലാവരും ചെല്ലണമെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്തത് മാനസികമായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഈ അടുത്ത് ഭവൻസ് സ്കൂളിൽ മരം വീണല്ലോ. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ മേലേക്കാണ് വീണത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കാതെ കാരണമാണ് ഞാൻ വീഡിയോസൊന്നും ഇടാഞ്ഞിരുന്നത് കേട്ടോ. ഇന്നാണെന്ന് റിക്കവർ ആയത്. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോകുമ്പോഴുള്ള വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ക്ഷീണത്തിലാണ്, എല്ലാവർക്കും മതിയായി. അത്രയൊക്കെ ഉറങ്ങി വീണ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നപ്പോൾ ഒരു രാത്രി ഒരു 7 മണി 7-7:45 ആയി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞു. തൃശ്ശൂർ ആകാശപാതയൊക്കെ അവർ കണ്ടു, അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ. ഫുൾ AC അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കഴിച്ചിട്ട് പോവാം, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റഷ്. അപ്പോൾ ഞങ്ങൾ നോക്കിയില്ല. കാരണം എന്താ വെച്ചാൽ തോമസ് കാസിൽ കയറുകയാണെങ്കിൽ തന്നെ കുറച്ച് അധികം നേരം എടുക്കും. നമ്മൾ കയറിയിരുന്ന് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഓർഡർ കൊടുത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങളുടെ വഴിയിൽ അവിടെ എത്തുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് വരട്ട് കിട്ടിയില്ല. വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടു പോകുന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്താറായപ്പോൾ കേരള കഫേ ആ ഹോട്ടൽ കണ്ട് ഞങ്ങളുടെ കേരള കസിൻസോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലായിരുന്നു. ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ കയറി അപ്പം തന്നെ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം എന്താ പറയുക, ഫുഡ് ഉണ്ടായിരുന്നില്ല, നോൺ വെജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കാണെങ്കിൽ നോൺ വെജ് കഴിക്കണമെന്നും പറയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് നോൺ വെജ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തിയിട്ട്, അതായത് പറവട്ടാനിലെ ഫുഡ് കോർട്ടിലെത്തിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നോക്കിയാലും തോമസ് കാസ അല്ലെങ്കിൽ ഫുഡ് കോർട്ട് അങ്ങനെയാണ് ഞങ്ങൾ മെയിനായിട്ട് പോവുക. അല്ലെങ്കിൽ കൊടയിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. നല്ല ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ് കേട്ടോ. അവരുടെ കൊടക്കാരുടെ ഫുഡൊക്കെ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അതെ മോളൊക്കെ ഉറക്കം തുടങ്ങി. ഇപ്പോൾ കേരള ഹൗസിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ തന്നെ ഇറങ്ങി കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഒരു 10 മണിയോട് കൂടി 9:30 ഞങ്ങൾ വീട്ടിലേക്കൊക്കെ കയറി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.